അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് അഖീദയുടെ റിവിഷൻ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് 3-ാം ക്ലാസ്സിൻ്റെ അഖീദയുടെ റിവിഷൻ തുടങ്ങാം. ഒരുപാട് ജോലി തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ സമയം കിട്ടാതിരുന്നത്. ഏതായാലും ഇന്ന് നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ പാഠം, നമ്മൾ 1-ാം പാഠം മുതലാണ് അഖീദയുടെ റിവിഷൻ നോക്കുന്നത്. എല്ലാ ഭാഗങ്ങളും, പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടാണ്. എല്ലാ ഭാഗവും പ്രധാനപ്പെട്ട ഒന്നും ഒഴിവാക്കിയിട്ടില്ല. എല്ലാ പാഠത്തിലെയും പ്രധാനപ്പെട്ടത് മുഴുവനും എടുത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് 100-ൽ 100 മാർക്ക്, 50-ൽ 50 മാർക്ക് ഫുള്ള് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും. കാരണം ഞാൻ 3-4 വർഷത്തെ ചോദ്യപേപ്പർ നോക്കി അതിൽ വന്ന ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടാവില്ല. ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്നാമത്തെ പാഠം സത്യവിശ്വാസം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പാഠം മുഴുവനും വായിക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഭാഗം നിർബന്ധമായും കാണാതെ പഠിക്കുകയും ചെയ്യുക. എങ്ങനെയാണ് അത് എഴുതുന്നത് എന്നും കൂടി നോക്കി വെക്കുക. അപ്പോൾ സത്യവിശ്വാസം എന്ന് പറയുന്ന പാഠത്തിൽ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ടത് എന്താണ് സത്യവിശ്വാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ് സത്യവിശ്വാസം. അതാണ് ആദ്യമായി പഠിക്കേണ്ടത്. രണ്ടാമത്തത്, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വിശ്വസിച്ചവനാണ് സത്യവിശ്വാസി, മുഅ്മിൻ എന്ന് പറയുന്നത്. ഇവിടെ സത്യവിശ്വാസി എന്ന് ചോദിച്ചിട്ട് ഇതിൻ്റെ അറബി എഴുതാൻ വരും, അല്ലെങ്കിൽ മുഅ്മിൻ എന്ന് ചോദിച്ചിട്ട് മലയാളം എഴുതാൻ വരും. രണ്ടായാലും മുഅ്മിൻ എന്നതിൻ്റെ മലയാളം നിങ്ങൾ പഠിക്കുക, സത്യവിശ്വാസി എങ്ങനെയാണ് എഴുതുന്നത് എന്നും പഠിക്കുക. അടുത്ത ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത് ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. ഈമാൻ കാര്യങ്ങൾ ഡാഷ് എത്രയാണ്? 6 ആകുന്നു. അത് വരും. പിന്നെ ഈമാൻ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അള്ളാഹുൽ വിശ്വസിക്കൽ, അള്ളാഹുവിൻ്റെ, ഇതൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയും. ഇതിൽ നിന്ന് ഒരു 3 എണ്ണം നിർബന്ധമായും എഴുതുക. എങ്ങനെയാണ് എഴുതുക എന്ന് കൂടി നിങ്ങൾ പഠിക്കുക. എല്ലാവർക്കും ഈമാൻകാരി കാണാതെ അറിയും, അത് ഞാൻ പ്രത്യേകം പറയുന്നില്ല, പഠിക്കണം എന്ന് പറയുന്നില്ല. പക്ഷെ അതെങ്ങനെ എഴുതും? അള്ളാഹുവിൽ വിശ്വസിക്കൽ, വിശ്വസിക്കൽ എന്നെങ്ങനെ എഴുതുക? മലക്കുകളിൽ വിശ്വസിക്കൽ. അങ്ങനെ ഈമാൻ കാര്യങ്ങൾ ഒരു 3 എണ്ണം ഒരു പക്ഷേ എഴുതാൻ വരും, പരീക്ഷയ്ക്ക് വരും. അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം. ഈ പാഠം നിങ്ങൾ ആദ്യം ഒരു വട്ടം വായിക്കുക. എന്നിട്ട് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ടത് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. ഇതാണ് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടതായി പഠിക്കേണ്ടത്. രണ്ടാമത് ഈ പാഠത്തിൽ പ്രധാനമായി പഠിക്കേണ്ടത്, ഇവിടെ ലാസ്റ്റ്, പൂർണ്ണതയുടെ എല്ലാ ഗുണങ്ങളും അവനുണ്ട്. എന്നിട്ട് പോരായ്മയിൽ നിന്നെല്ലാം ഡാഷ്. ഇങ്ങനെ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. പരിശുദ്ധനാണ്, ഇത് പൂരിപ്പിക്കാൻ. ഈ പരിശുദ്ധനാണ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ നിങ്ങൾ എഴുതണം. ഇനി പോരായ്മയിൽ നിന്നെല്ലാം പരിശുദ്ധനാണ് ആര്? അള്ളാഹു. അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ പോരായ്മയിൽ നിന്നെല്ലാം ഡാഷ് അങ്ങനെയും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ വരി ബൈഹാട്ടാക്കുക. അങ്ങനെ നമ്മൾ 2-ാം പാഠം കഴിഞ്ഞ് അടുത്ത നമ്മൾ 3-ാം പാഠത്തിലേക്ക് പോവുകയാണ്. 3-ാം പാഠം മലക്കുകളിൽ വിശ്വസിക്കൽ. മലക്കുകളെ പ്രകാശം കൊണ്ടാണ് സൃഷ്ടിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. മലക്കുകളിൽ പ്രധാനപ്പെട്ട മലക്ക് ആരാണ്? ഇവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, മലക്കുകളിൽ ഉത്കൃഷ്ടൻ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. അങ്ങനെ ഒരു വർഷം ചോദിച്ചു. വേറൊരു വർഷം ചോദിച്ചു, നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കലാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. 3-ാമത്തെ രൂപം ജിബ്രീൽ അലൈഹിസ്സലാം ഡാഷ്. എന്താണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ജോലി? നബിമാർക്ക് വഹി എത്തിച്ചു കൊടുക്കൽ. 3 രൂപത്തിൽ ഇവിടുന്ന് ചോദ്യം വരും. അപ്പോൾ അത് പഠിച്ചു വെക്കുക. അടുത്തത് കാറ്റ്, ഇടി, മിന്ന്, മഴ എന്നിവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഏതാണ്? മീകായിൽ അലൈഹിസ്സലാം. പിന്നെ ഇവിടെ സൂർ എന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആരാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. കാണാതെ പഠിക്കണം. ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ജോലി സൂർ എന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ടത്. ഇവിടെ മലക്കിന്റെ പേര് എഴുതാനാണ് പരീക്ഷയ്ക്ക് വരിക. അടുത്തത് ഇവിടെ പ്രധാനപ്പെട്ടത്, സൂറ് വായിൽ വെച്ച് ഊതാനുള്ള കൽപ്പനകയും കാത്തിരിക്കുകയാണ് ഡാഷ്. ആര്? ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ടത്, റൂഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യർ ഡാഷ് വന്നിട്ടുണ്ട്, പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. എന്താണ്? മരിക്കുന്നത്.
അടുത്ത ഇവിടുത്തെ ചോദ്യം, റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കിന്റെ പേരെന്ത്? അസ്റായീൽ അലൈഹിസ്സലാം. സ്പെല്ലിംഗ് നോക്കുക, ഒരാൾ തെറ്റിക്കരുത്. അസ്റായീൽ അലൈഹിസ്സലാം. അലൈഹിസ്സലാം നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ലെങ്കിൽ ഐനിട്ടാൽ മതി. ബ്രാക്കറ്റിൽ ഐനിട്ടാൽ എന്തായി? അത് ഓക്കെ. അടുത്ത ചോദ്യം, മരിച്ചവരെ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുന്ന രണ്ട് മലക്കിന്റെ പേരെന്താണ്? മുങ്കർ, നക്കീർ അലൈഹിമുസ്സലാം. ഇനി അത് പ്രധാനപ്പെട്ടതാണ്. അടുത്തത് പ്രധാനപ്പെട്ടത് ഒരുപാട് തവണ ചോദിച്ച ഒരു ചോദ്യമാണ്. മയ്യത്തിനെ അവർ എഴുന്നേൽപ്പിച്ചിരുത്തും, എന്നിട്ട് അവരെന്തിനെ കുറിച്ചൊക്കെ ചോദിക്കും? അതായത് മലക്കുകൾ ഖബറിൽ വന്നിട്ട് എന്തിനെ കുറിച്ചൊക്കെ ചോദിക്കും? റബ്ബിനെ കുറിച്ചും നബിയെ കുറിച്ചും ദീനിനെ കുറിച്ചും മറ്റും അവർ ചോദിക്കും. 3 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. റബ്ബിനെ കുറിച്ചും നബിയെ കുറിച്ചും ദീനിനെ കുറിച്ചും അവരെന്ത് ചെയ്യും? ചോദിക്കും. അപ്പം മയ്യത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തി എന്തൊക്കെ ചോദിക്കും എന്ന് ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകണം. അടുത്ത പാഠത്തിൻ്റെ പേര് നന്മ തിന്മ രേഖപ്പെടുത്തൽ, അല്ലേ? നന്മ തിന്മകൾ രേഖപ്പെടുത്തൽ. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെ. നന്മ തിന്മകൾ രേഖപ്പെടുന്ന മലക്കിന്റെ പേരെന്താണ്? റഖീബ് അതീദ് അലൈഹിമുസ്സലാം. എന്താണ്? റഖീബ് അതീദ് അലൈഹിമുസ്സലാം. പിന്നെ ഒരു വർഷം പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കും, മനുഷ്യരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അപ്പപ്പോൾ ഡാഷ് എന്താണ്? രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നോക്കുക, ഈ രേഖപ്പെടുത്തുന്നതിന് എല്ലാവരും തെറ്റിക്കും. കാരണം ഇതിലൊരു ഹ വരുന്നുണ്ട്, ഒരു പേ വരുന്നുണ്ട്, ഒരു ടു വരുന്നുണ്ട്, പിന്നെ കുറേ ശ്രദ്ധകൾ വരുന്നുണ്ട്. അപ്പം ഇത് സ്പെല്ലിങ് തെറ്റാതെ, അക്ഷരം തെറ്റാതെ എഴുതാൻ പഠിക്കുക. ഇത് കാണാതെ പഠിക്കുക. മനുഷ്യരുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അപ്പപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. അടുത്തത് 2 മലക്കിൻ്റെ പേര് പഠിച്ചു. ഇനി ഒരുപാട് തവണ ആവർത്തിച്ചു വന്ന ചോദ്യം, വലതുഭാഗത്തുള്ള മലക്ക് ഡാഷ് ആരാണ്? വലതുഭാഗത്തുള്ള മലക്ക് എന്താണ് എഴുതുക? നന്മ. വലതുഭാഗത്തുള്ള മലക്ക് നന്മ. പിന്നെ ഇടതുഭാഗത്തുള്ള മലക്ക് എന്ത് ചെയ്തും? തിന്മ. ഇത് രണ്ടും പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വന്ന ചോദ്യമാണ്. വലതുഭാഗത്തുള്ള മലക്ക് ഡാഷ് നന്മ. ഇനി നന്മ എഴുതുന്ന മലക്ക് വലതുഭാഗത്ത്, പിന്നെ തിന്മ എഴുതുന്ന മലക്ക് ഇടതുഭാഗത്ത്. അങ്ങനെയും വരാം. പക്ഷെ ചോദിച്ചത് എങ്ങനെയാണ്? വലതുഭാഗത്തുള്ള മലക്ക് എന്താണ് എഴുതുക? പിന്നെ ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത് നന്മയുടെ പ്രതിഫലം എന്ത്? നന്മയുടെ പ്രതിഫലം എന്ത്? നന്മയുടെ പ്രതിഫലം എന്താണ്? സൗഖ്യം നിറഞ്ഞ സ്വർഗമാണ്. ഇത് ഇങ്ങനെ തന്നെ എഴുതിയാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. നന്മയുടെ പ്രതിഫലം എന്ന് വന്നിട്ട് ഡാഷ് പൂരിപ്പിക്കാൻ വന്നാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ വെറും സ്വർഗം എന്ന് എഴുതിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മാർക്ക് കുറയും. കാരണം ടെക്സ്റ്റ് ബുക്കിലുള്ളത് പൂരിപ്പിക്കാൻ വരുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതുപോലെ എഴുതണം. അപ്പം നന്മയുടെ പ്രതിഫലം സൗഖ്യം നിറഞ്ഞ സ്വർഗമാണ്. സൗഖ്യം നിറഞ്ഞ സ്വർഗമാണ്. അടുത്ത ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത് തിന്മയുടേത് ഭയാനകരമായ നരകവുമാണ്. ഭയാനകമായ നരകവുമാണ്. പഠിച്ചില്ലേ? സൗഖ്യം നിറഞ്ഞ സ്വർഗമാണ്, ഭയാനകമായ നരകവുമാണ്. ഓക്കെ. അടുത്തത് ഇനി ഈ പാഠത്തിലെ പ്രധാനപ്പെട്ടത് 2 മലക്കിന്റെ പേരും കൂടിയാണ്. അതാ മാലിക് അലൈഹിസ്സലാം, അല്ലെ? സ്വർഗം കാക്കുന്ന മലക്കിന്റെ പേര് റിദ്വാൻ അലൈഹിസ്സലാം. നരകം കാക്കുന്ന മലക്കിന്റെ പേര്, നരകത്തെ കാക്കുന്ന മലക്കിന്റെ പേര് മാലിക് അലൈഹിസ്സലാം. സ്വർഗം കാക്കുന്ന മലക്കിന്റെ പേര് റിദ്വാൻ അലൈഹിസ്സലാം. ഈ 2 മലക്കിന്റെ പേരും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ സ്വർഗം കാക്കുന്ന മലക്ക് ഏതാണ്? റിദ്വാൻ അലൈഹിസ്സലാം. പിന്നെ നരകം കാക്കുന്ന മലക്കിന്റെ പേര് മാലിക് അലൈഹിസ്സലാം. ഓക്കെ. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അടുത്ത പാഠം അൽ ഈമാനു ബിൽ കുത്തുബ്, അല്ലേ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് അള്ളാഹു കിതാബുകളും ഏടുകളുമൊക്കെ ഇങ്ങോട്ട് ഇറക്കി തന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനകളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഈ ലൈൻ മുഴുവനായിട്ട് കാണാൻ പഠിക്കണം. എന്തിനാണ് അള്ളാഹു മുർസലുകൾക്ക് കിതാബുകളും ഏടുകളും ഇറക്കി കൊടുത്തത്? അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനകളും മറ്റും വിവരിക്കും. എന്ത് നിരോധന എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്, കൽപ്പന എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ അള്ളാഹു പറഞ്ഞതും പിന്നെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എന്ത് ഇറക്കപ്പെട്ടത്? കിതാബുകളും ഏടുകളും ഇറക്കപ്പെട്ടത്. പിന്നെ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 4 കിതാബുകളും ഡാഷ് ഏടുകളുമാണ്. എത്ര കിതാബുകളാണ്? 4 കിതാബും 100 ഏടുകളും. എത്രയാണ്? 4 കിതാബും 100 ഏടും. 4 100 4 100 4 100. ഓക്കെ. അപ്പോൾ അത് പഠിച്ചു വെക്കുക. എത്ര ഏടുകളാണെന്ന് ഒരു വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്.
അടുത്തത് വളരെ പ്രധാനപ്പെട്ടതും എന്തായാലും 100% ചോദിക്കുന്ന ചോദ്യമാണ് തൗറാത്ത്, മൂസ അലൈഹിസ്സലാം, ഇബ്രാനി, ഹിബ്രു. ഇത് കാണാതെ പഠിക്കുക. തൗറാത്ത്, മൂസ അലൈഹിസ്സലാം, ഇബ്രാനി, ഹിബ്രു. ഇത് മുഴുവൻ നിങ്ങൾ കാണാതെ പഠിച്ചു. ഇത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. 2ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ് അല്ലേ? തൗറാത്ത്, മൂസ അലൈഹിസ്സലാം, സബൂർ, ദാവൂദ്. ഇത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് നിങ്ങൾ പഠിക്കണം. ഏത് തൗറാത്തിന്റെ ഭാഷ ഏത്? തൗറാത്തിന്റെ ഭാഷ ഏതാണ്? ഇബ്രാനി, ഹിബ്രു. തൗറാത്ത്, ഇബ്രാനി, ഹിബ്രു. സബൂറോ? യൂനാനി, ഗ്രീക്ക്. സബൂർ യൂനാനി, ഗ്രീക്ക്. അടുത്ത ഇഞ്ചീല്, സുരിയാനി, സിരിയക്. ഇഞ്ചീല്, സുരിയാനി, സിരിയക്. ഖുർആൻ നമുക്ക് എല്ലാവർക്കും അറിയാം അറബിയാണ്. അപ്പോൾ ഇത് ഒരുപാട് തവണ ആവർത്തിച്ചു വന്ന ചോദ്യമാണ്. നിങ്ങൾ നിർബന്ധമായി പഠിക്കുക. ഇബ്രാനി തൗറാത്ത്, യൂനാനി സബൂർ, സുരിയാനി ഇഞ്ചീല്. കിതാബിന്റെ പേര് തരും, ഭാഷ എഴുതാൻ പറയും. ഭാഷ തരും, കിതാബിന്റെ പേര് എഴുതാൻ പറയും. അങ്ങനെയും ചോദ്യം വരും. പിന്നെ ഇവിടുന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതെന്താ? കിതാബുകൾ ലഭിച്ച നബിമാരുടെ 2 നബിമാരുടെ പേരെഴുതുക. അത് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ കഴിയും അല്ലേ? നമ്മുടെ നബി തന്നെ ഒന്നാമത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? പിന്നെ നമ്മുടെ നബി വരുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ് വന്ന നബി ഏതാണ്? ഈസാ നബി അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാം. അപ്പോൾ ഇതിന് 2-3 നബിൻ്റെ പേര് നിങ്ങൾ കാണാതെ പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിരിക്കും. പക്ഷേ ഇത് നിങ്ങൾ ആരും എന്താക്കരുത്, തെറ്റിക്കരുത്. എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവരും 100% അത് ശരിയാക്കണം. അടുത്തത് ഏടുകളുടെ എണ്ണം ലഭിച്ചവർ അല്ലേ? ഇവിടെ പരീക്ഷയ്ക്ക് ചോദ്യം വരിക, ഏട് ലഭിച്ച നബിമാരുടെ പേരിൽ നിന്ന് ഒരു 2 അല്ലെങ്കിൽ 3 എഴുതാൻ പറയും. ഏതൊക്കെയാണ് ഏടുകൾ ലഭിച്ച നബിമാർ? ആദം അലൈഹിസ്സലാം, ഷീസ അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം. നിങ്ങൾക്ക് എളുപ്പമുള്ളത് പഠിച്ചാൽ മതി. ഒന്ന്, നമ്മളെ ആദ്യത്തെ മനുഷ്യൻ ആരാണ്? ഈ ലോകത്തെ ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാം. അപ്പോൾ അത് അങ്ങനെ തന്നെ പഠിച്ചു അല്ലേ? ആദം അലൈഹിസ്സലാമാണ് പിന്നെ ആദ്യത്തെ മനുഷ്യൻ. അതാണ് ആദ്യം ഏട് കിട്ടിയ ആൾ, ആദം നബി അലൈഹിസ്സലാം. ഓക്കെ, അത് പഠിച്ചു. പിന്നെ നമ്മൾ തീയിലേക്ക് എറിഞ്ഞു, നമ്രൂദിന്റെ തീ കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ നബി ഏതാണ്? എറിയപ്പെട്ട നബി ഏതാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പോൾ അതങ്ങനെ പഠിച്ചു. അങ്ങനെ 2 നബിൻ്റെ പേര് അങ്ങനെ തന്നെ പഠിച്ചു. പിന്നെ ഷീസ അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ അരക്കൊല്ല പരീക്ഷയ്ക്ക് പഠിച്ചതായിരിക്കും. അതെന്താണ്? ഓരോ നബിക്കും കിട്ടിയ ഏടുകളുടെ എണ്ണം. ആദം അലൈഹിസ്സലാം 10, ഷീസ അലൈഹിസ്സലാം 50, ഇദ്രീസ് അലൈഹിസ്സലാം 30, ഇബ്രാഹിം അലൈഹിസ്സലാം 10. പക്ഷെ അത് കൊല്ല പരീക്ഷക്കാണ് ചോദിച്ചിട്ടില്ല. പക്ഷെ ഇതെന്തായാലും പഠിക്കും. എന്ത്? ഏടുകൾ ലഭിക്കപ്പെട്ട നബിമാരുടെ പേരുകളും. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അടുത്ത പാഠത്തിൻ്റെ പേര് പരിശുദ്ധ ഖുർആൻ അല്ലേ? പരിശുദ്ധ ഖുർആൻ. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത അവൻ്റെ കലാമാണ് ഡാഷ്. എന്താണ്? ഖുർആൻ ഷരീഫ്. പിന്നെ നമുക്ക് അറിയാം, ശുദ്ധിയില്ലാത്ത സ്ഥലത്ത് അത് വെക്കരുത്. പിന്നെ ശുദ്ധിയില്ലാത്തവർ അത് തൊടുക പോലും ചെയ്യരുത്. അതിനെ നേരെ കാൽ നീട്ടുകയോ അതിന് പിച്ചി ചീന്തുകയോ ചെയ്തൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. പിന്നെ ഇവിടെ പ്രധാനമായി ഒരു ഖുർആൻ അവതരണത്തോടു കൂടി മറ്റുള്ളവയെല്ലാം ഡാഷ് എന്താ? ദുർബലപ്പെട്ടിരിക്കുന്നു. ഇത് കാണാതെ പഠിക്കുക. ഖുർആൻ അവതരണത്തോടു കൂടി മറ്റുള്ളവയെല്ലാം ദുർബലപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇവിടെ പഠിക്കേണ്ടത്, ലോകാവസാനം വരെ ഒരു മാറ്റവും കൂടാതെ അത് നിലനിൽക്കും. അതും കാണാതെ പഠിക്കുക. എല്ലാ കാലക്കാർക്കും ജനങ്ങൾക്കും നേർമാർഗം കാണിക്കാൻ വേണ്ടിയാണ്. ഇറക്കപ്പടാക്കങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അടുത്ത ഖുർആൻ പാരായണത്തിൻ്റെ മഹത്വം. ഇതിൽ എന്തായാലും ചോദിക്കുന്ന ചോദ്യമുണ്ട്. അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ. അത് ചോദിക്കാത്ത ചോദ്യപേപ്പർ ഇതുവരെ കണ്ടിട്ടില്ല. അതെന്താണ്? ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി, ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി. ഖുർആൻ ഓതുന്ന കപടവിശ്വാസി, ഖുർആൻ ഓതാത്ത കപടവിശ്വാസി. ഓക്കെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വേണം. ആദ്യം നമുക്ക് സത്യവിശ്വാസിനെ എടുക്കും. ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി മാതള നാരങ്ങ പോലെയാണ്. ഓക്കെ, ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി മാതള നാരങ്ങ പോലെ. സത്യവിശ്വാസി പറഞ്ഞാൽ നമ്മളൊക്കെ സത്യവിശ്വാസം, നമ്മളൊക്കെ നല്ല വിശ്വാസം വെച്ച് പുലർത്തുന്നവരല്ലേ? അതൊക്കെ നമ്മളെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതിയാൽ നമ്മൾ ആരെ പോലെയാണ്? മാതള നാരങ്ങ പോലെയാണ്. അപ്പോൾ ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി മാതള നാരങ്ങ പോലെയാണ്. ഇനി ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി. അടുത്ത് രണ്ടാമത് നമ്മൾ പഠിക്കണേ ഓതാത്ത സത്യവിശ്വാസി ഈത്തപ്പഴം പോലെ. അപ്പോൾ 2 ചിത്രം നമുക്ക് ഓർമ്മ വേണം. ഒന്ന് നല്ല മാതള നാരങ്ങ, അതിൻ്റെ തൊട്ട് താഴെ ഈത്തപ്പഴം. ഇത് രണ്ടും ആർക്കുള്ളതാണ്? സത്യവിശ്വാസിക്കുള്ളതാണ്. ഖുർആൻ ഓതുന്ന ആളാണോ, ഓനെ നമുക്ക് എന്ത് കൊടുക്കാം? ഒരു മാതള നാരങ്ങ കൊടുക്കാം. ഇനി ഓതാത്ത ആളാണോ, എന്നാൽ ഓന് ഈത്തപ്പഴം കൊടുത്താൽ മതി. മാതള നാരങ്ങൻ്റെ അത്ര ഒന്നും അവൻ്റെ എന്തില്ല, പവറില്ല. അപ്പോൾ അവന് നമുക്ക് ഈത്തപ്പഴം കൊടുക്കാം. അപ്പോൾ ഒരാൾക്ക് നമ്മൾ എന്ത് ചെയ്തു? മാതള നാരങ്ങ കൊടുത്തു. രണ്ടാമത്തെ ആൾക്ക് നമ്മൾ ഈത്തപ്പഴം കൊടുത്തു. ഇനി ഖുർആൻ ഓതുന്ന കപടവിശ്വാസി. മൂന്നാമത്തെ ഏതാണ്? ഖുർആൻ ഓതുന്ന ഓൻ ഖുർആൻ ഓതുന്നുണ്ട്, പക്ഷെ ഓൻ ആളെന്താണ്? ഓന് ശരിക്കും വിശ്വാസമൊന്നുമില്ല, കപടവിശ്വാസിയാണ്. അപ്പോൾ അവനെ നമ്മൾ എന്താ കൊടുക്കുക? റൈഹാൻ എന്ന സുഗന്ധ ചെടി. അവനെ ആരെ പോലെയാണ്? റൈഹാൻ എന്ന സുഗന്ധ ചെടി പോലെയാണ്.
ഇനി ഓന് ഖുർആൻ ഓതുമില്ല എന്നാ ഓൻ്റെ വിശ്വാസം തെറ്റിയിട്ടുണ്ടാവും. കപട വിശ്വാസിയാണെങ്കിൽ ഓൻ ആരെ പോലെയാണ്? ആട്ടങ്ങ പോലെയാണ്. ഓൻ എന്തുപോലെയാണ്? ആട്ടങ്ങ പോലെ. അപ്പം 4 ചിത്രം നമ്മൾക്ക് ഓർമ്മ വേണം. ഒന്ന് എന്താണ്? മാതള നാരങ്ങ. 2 അതിൻ്റെ തൊട്ട് താഴെ ഈത്തപ്പഴം. ഇത് 2 സത്യവിശ്വാസികൾക്കുള്ളതാണ്. ആദ്യം ഖുർആൻ ഓതുന്ന ആളാണെങ്കിൽ അയാൾക്ക് നാരങ്ങ കൊടുക്കും. പിന്നെ ഓതാത്ത ആളാണെങ്കിൽ അവനെ ഇതുപോലെയാണ്, ഈത്തപ്പഴം പോലെയാണ്. ഇനി പിന്നെ 2 ചിത്രം കൂടി ഉണ്ട്. ആ 2 ചിത്രങ്ങൾ മനസ്സിൽ കാണണം. എന്താണ്? ഒന്ന് സുഗന്ധ ചെടിയാണ്, റൈഹാൻ സുഗന്ധ ചെടി. അത് നിങ്ങൾ റോസാപ്പൂവിൻ്റെ ചെടി അങ്ങനെ എന്തെങ്കിലും ഒന്ന് വിചാരിച്ചാൽ മതി. അതാണ് റൈഹാൻ സുഗന്ധ ചെടി. രണ്ടാമത്തത് ആട്ടങ്ങ പോലെ. ആട്ടങ്ങ പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഒരു ചെറിയ തക്കാളി ഉണ്ടാവില്ലേ, ചെറിയ തക്കാളി, ആ തക്കാളി ചിന്തിച്ചാൽ മതി. പച്ച തക്കാളി, വലുതാവാത്ത, കറിക്കൊന്നും ഇടാൻ പറ്റാത്ത തക്കാളി ഇല്ലേ, അതുപോലെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതാണ് ആട്ടങ്ങ. അപ്പോൾ ഖുർആൻ ഓതാത്ത കപട വിശ്വാസി, നിങ്ങൾ പറയണം, ഖുർആൻ ഓതാത്ത കപട വിശ്വാസി ഏതുപോലെയാണ്? നമ്മളെ തക്കാളി അല്ലേ, ആട്ടങ്ങ പോലെ. തക്കാളിന്ന് ഇത് മാർക്ക് കിട്ടൂലേ, ആട്ടങ്ങ പോലെയാണ്. പിന്നെ ഖുർആൻ ഓതുന്ന കപട വിശ്വാസി റൈഹാൻ സുഗന്ധ പുഷ്പം പോലെ. ഇതെന്തായാലും നിങ്ങൾ സമയമെടുത്ത് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഇത് പരീക്ഷയ്ക്ക് വരും. അത്രയും പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത് പിന്നെ ഖുർആൻ ഓതിയാൽ എന്തുണ്ടാകും? റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും അല്ലേ. ഓതുന്ന സ്ഥലത്ത് ഡാഷ് എന്താണ്? റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും. പിന്നെ ഖുർആൻ ഓതിയാൽ അത് കാരണം എന്തുണ്ടാകും? ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ബറക്കത്തും ഐശ്വര്യവും ഉണ്ടാവും. ഇതും പഠിക്കാം. ഇവിടെ 2 പോയിന്റ് പഠിക്കാണ്ട്. ഒന്ന്, ഖുർആൻ ഓതുന്ന സ്ഥലത്ത് എന്താണ്? റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങി വരും. പിന്നെ ഓത്ത് കാരണം, ഖുർആൻ ഓതിയത് കാരണം എന്തുണ്ടാകും? ബറക്കത്തും ഐശ്വര്യവും ഉണ്ടാകും. ഐശ്വര്യം എങ്ങനെ എഴുതാൻ ശ്രദ്ധിച്ചോളൂ. ഐശ്വര്യമായിട്ട് എഴുതണം എല്ലാവരും. ഓക്കെ. അടുത്തത് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത് ഇവിടെ ഒരു ചോദ്യമുണ്ട്. അതെന്താണ്? ഇത് ആവർത്തിച്ചു വരുന്ന ചോദ്യമാണ്, ഷുവർ ചോദ്യമാണ്. അൽബക്കർ ഓതുന്ന വീട്ടിൽ ഡാഷ്. എന്താണ് അൽബക്കർ ഓതുന്ന വീട്ടിലുള്ള ഗുണം? പിശാജ് ഓടി രക്ഷപ്പെടും. ഇനി തിരിച്ചും ചോദ്യം വരും. പിശാജ് ഓടി രക്ഷപ്പെടും എവിടെ നിന്ന്? അൽബക്കർ ഓതുന്ന വീട്ടിൽ നിന്ന്. പിന്നെ ഇങ്ങനെ ചോദ്യം വരും. അൽബക്കർ ഓതുന്നതിന്റെ ഗുണം എന്ത്? വീട്ടിൽ നിന്ന് പിശാജ് ഓടി രക്ഷപ്പെടും. അപ്പൊ ഇത് തിരിച്ചും മറിച്ചും നിങ്ങൾ നിർബന്ധമായും പഠിക്കുക. ഇനി ഈ പാഠത്തിലെ പ്രധാനപ്പെട്ടത്, അപ്പോൾ ഈ പാഠം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഒരുപാട് ചോദ്യങ്ങളാണ് കൊല്ലപരീക്ഷയ്ക്ക് ഈ പാഠത്തു നിന്ന് വരുന്നത്. അടുത്തത് ഇഖ്റഊ അൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. ഇത് പൂരിപ്പിക്കാൻ വരും, നിർബന്ധമായും കാണാതെ പഠിക്കുക. ഇതും ഇതിൻ്റെ മീനിങ്ങും പരീക്ഷയ്ക്ക് വന്നതാണ്, ഇനിയും വരും, ശ്രദ്ധിക്കുക. ഇഖ്റഊ അൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി. കാണാതെ പഠിച്ചില്ലേ? എന്താണ് അർത്ഥം? നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അത് അന്ത്യനാളിൽ അതിൻ്റെ അനുയായികൾക്ക് ശുപാർശകനായി വരും. അപ്പോൾ ഇത് നിർബന്ധമായും പഠിക്കുക. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകണം അല്ലേ. ഇനിയാണ് നമ്മൾ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ. അൽ ഈമാൻ ബിൽ അംബിയായി വൽ മുർസലിൻ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ആരാണ് നബിമാർ? വഹയ് എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്തവർക്കാണ് നബിമാർ എന്ന് പറയുന്നത്. അപ്പോൾ 2ാം ക്ലാസ്സിലെ പഠിച്ച നബിമാരുടെ പോലെയല്ല, ഇവിടെ കുറച്ചും കൂടി കൂടുതൽ പഠിക്കാണ്ട് അല്ലേ. വഹയ് എന്ന ദിവ്യ സന്ദേശം എഴുതുന്ന എങ്ങനെ ശ്രദ്ധിക്കുക. ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തവരാണ് നബിമാർ എന്ന് പറയും. ഓക്കെ, അത് പഠിച്ചു. നബിമാർ എന്നാൽ എന്ത്, അത് ആദ്യം പഠിച്ചു. ഇനി നബിമാരെ കുറിച്ച് നമുക്കറിയാം, അവർ സത്യം മാത്രമേ പറയുള്ളൂ, അങ്ങനെ സൽസ്വഭാവികളും ഇതൊക്കെയാണ് നമുക്കറിയാം അല്ലേ. സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു അവരെ നിയോഗിച്ചത്, അതൊക്കെ നമുക്കറിയാം. ഇനി ഇവിടെ പ്രധാനപ്പെട്ടത്, ആരാണ് മുർസലുകൾ? പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് മുർസലുകൾ? നബിമാരിൽ നിന്നും പ്രത്യേകം തെരഞ്ഞെടുത്തവർക്കാണ് മുർസലുകൾ, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുർസലുകൾ. ഓക്കെ, ഒന്നുകൂടി പറയും, നബിമാരിൽ നിന്നും പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് മുർസലുകൾ. ഇനി ഈ മുർസലുകളിൽ നിന്നും പ്രത്യേകം അവരിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠർ ഉലുൽ അസ്മ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അവർ 5 ആകുന്നു. ഇപ്പോൾ 3 സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആരാ? ഉലുൽ അസ്മുകൾ. അതിൻ്റെ തൊട്ടു താഴെ മുർസലുകൾ, അതിൻ്റെ തൊട്ടു താഴെ പിന്നെ നബിമാർ, അതിൻ്റെയും താഴെ സാധാരണക്കാർ അല്ലെ, മനുഷ്യന്മാർ. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുക, അടിയിൽ നിന്ന് എടുക്കുക. മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് നബിമാർ. നമ്മൾ 2ാമത്തെ സ്റ്റെപ്പിലെത്തി. നബിമാരിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് ആര്? മുർസലുകൾ. അപ്പോൾ നമ്മൾ 3ാമത്തെ സ്റ്റെപ്പിലെത്തി. പിന്നെ മുർസലുകളിൽ നിന്ന് അള്ളാഹു പ്രത്യേകം അതിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ, മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ്
ഉലുൽ അസ്മുകൾ. ഈ ഉലുൽ അസ്മ എഴുതുമ്പോൾ ഊ കഴിഞ്ഞിട്ട് ഒരു വാവുണ്ട്, ലാം കഴിഞ്ഞിട്ട് ഒരു വാവുണ്ട് അല്ലേ. ഊലു എന്നാ എഴുതുക, പക്ഷെ വായിക്കുമ്പോൾ ഉലുൽ എന്നാ വായിക്കുക. ഓക്കെ, ഉലുൽ അസ്മ എന്ന പേരിൽ അറിയപ്പെടും. ഉലുൽ അസ്മ എത്ര ആളുകളാണ്? 5 ആളുകളാണ്. ഈ 5 ആളുകളെ പേര് പഠിക്കാൻ നമ്മൾ ചരിത്രം ആലോചിച്ച് പഠിച്ചാൽ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ഒന്നാമത് നമ്മുടെ നബി തന്നെ. നമ്മുടെ നബിന്റെ പേര് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ നബി ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബി വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു നബി വന്നിരുന്നു. ആ നബീന്റെ പേരെന്താ അറിയോ? ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം. പിന്നെ അള്ളാഹു പരീക്ഷിച്ച ഒരു നബിയാണ് ഇബ്രാഹിം നബി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ വലിയ പെരുന്നാളിന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എന്ത് ചെയ്തു? ഈ ഒരു ശത്രുക്കൾ എന്ത് ചെയ്തു? ശത്രുക്കൾപ്പെട്ട രാജാവ് തീയിലിടാൻ കൊണ്ടുപോയി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലിട്ടു. പക്ഷെ ഇബ്രാഹിം നബിക്കിന്റെ ഒരു രോമത്തിന് പോലും ഒന്നും സംഭവിച്ചില്ല. ഇങ്ങനെ കത്തിക്കാൻ വേണ്ടിയിട്ട് കൊടുന്നു വെച്ച എല്ലാ വിറകും ഒക്കെ കത്തിക്കഴിഞ്ഞ് വെണ്ണീറായി. പക്ഷെ എന്നിട്ട് ആ തീയിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെ സുമുഖനായി സൗന്ദര്യവാനായി പുതിയാപ്പിളയെ പോലെ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഒരു കുഴപ്പമില്ല. ആ നബിയാണ് ആര്? ഇബ്രാഹിം നബി. അപ്പോൾ നമ്മൾ ഉലുൽ അസ്മിലെ 2 നബിമാരെ പഠിച്ചു. 3 നബിമാർ. 1 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബി. 2 നമ്മളെ തീയിൽ നിന്ന് ഇറങ്ങി വന്ന നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പിന്നെ നമ്മുടെ നബി വരുന്നതിന് തൊട്ട് മുമ്പ് വന്ന നബിയാണ് ഈസാ നബി അലൈഹി സ്വലാം. ഇനി വേറെ ചരിത്രങ്ങൾ കുറിച്ച് നോക്കുക. ഈ ലോകത്തൊന്നാകെ വെള്ളപ്പൊക്കം. ചെറിയ വെള്ളപ്പൊക്കമല്ല, നമ്മളെ പണ്ട് കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കമല്ല, ഭയങ്കര വെള്ളപ്പൊക്കം. മൊത്തം മലകളൊക്കെ മൂടി നിൽക്കുന്ന വെള്ളപ്പൊക്കം. അങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി ഒരു നബിൻ്റെ കാലത്ത്. ആ ഏത് നബിൻ്റെ കാലത്താ? നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാം. അപ്പം 4 നബിൻ്റെ പേര് നമ്മൾ പഠിച്ചു. ഏതൊക്കെ? 1 നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമ്മുടെ നബി വരുന്നതിന് മുമ്പ് ഈസാ നബി അലൈഹി സ്വലാം. തീയിൽ നിന്ന് എണീറ്റ് വന്ന നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പിന്നെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി ആ നബിൻ്റെ കാലത്ത് ഏതാണ് നബി? നൂഹ് നബി അലൈഹി സ്വലാം. ഇനി ഒരു നബിയുണ്ട്, മൂസാ നബി അലൈഹി സ്വലാം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നമ്മളെങ്ങനെ ആലോചിക്കുക? മൂസാ നബിൻ്റെ കയ്യിലൊരു വടിയുണ്ട്. ആ വടി എപ്പോൾ എവിടെ ഇട്ടാലും അത് പാമ്പാവും. അതാണ് മൂസാ നബി ഉദ്ദേശിക്കുന്ന സമയത്തൊക്കെ അത് പാമ്പാവും. അങ്ങനത്തെ ഒരു വടിയുള്ള നബിയായിരുന്നു ആര്? മൂസാ നബി അലൈഹി സ്വലാം. അപ്പോൾ 5 നബിമാരെ പേരും നമ്മൾ ചരിത്രത്തിലൂടെ കഥയിലൂടെ നമ്മൾ ഓർത്തു വെക്കുക. ഇതാണ് ഉലുൽ അസ്മ. ഈ ഉലുൽ അസ്മിൽ നിന്ന് 3 നബിൻ്റെ പേര് എന്തായാലും പരീക്ഷയ്ക്ക് വരും. പഠിക്കുക. അടുത്ത വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലുകൾ എത്രയാണ്? 25. ഓക്കെ. നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അടുത്ത പാഠം ഏതാ? ഹും ആദം ഇദ്രീസു. ഒരു പക്ഷെ പൂരിപ്പിക്കാൻ വരും കേട്ടോ. ഹും ആദമുൻ ഇദ്രീസു നൂഹുൻ ഹുദുമ സ്വലീഹ വ ഇബ്രാഹിമു കുല്ലും മുത്തബ ലുതും വ ഇസ്മാഈലു ഇസ്ഹാഖുൻ കദ യഅഖൂബു യൂസുഫു വ അയ്യൂബു ഇഹ്തദ ശുഐബു ഹാറൂനു വ മൂസ വൽ യസ ദുൽകിഫ്ലി ദാവൂദു സുലൈമാനു തബ ഇല്യാസു യൂനുസ് സക്കരിയ യഹ്യ ഈസാ വ ത്വാഹ ഖാതിമുൻ ദഗയ്യ. പരീക്ഷയ്ക്ക് ഒരു പരീക്ഷയ്ക്കും അത് പൂരിപ്പിക്കാൻ വന്നതായിട്ട് കണ്ടിട്ടില്ല. ഇനി 2025 ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വന്നിട്ട് വന്നാൽ വിചാരിച്ച ഒരു പക്ഷെ വരും ചെയ്യും. അത്രേ ഉള്ളൂ. അടുത്ത നബിമാരുടെ വിശേഷണങ്ങൾ. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്തായാലും ചോദിക്കുന്നതും ഷുവർ ചോദ്യം ഞാൻ പറഞ്ഞുതരാം. നബിമാർക്ക് നിർബന്ധമായ സിഫത്തും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തും. വാജിബ് എന്ന് പറഞ്ഞാൽ എന്താ? നിർബന്ധമായത്. മുസ്തഹിൽ പറഞ്ഞാലോ ഉണ്ടാവാൻ പാടില്ലാത്തത്. വാജിബായ സിഫത്ത് എത്ര ഉണ്ട്? 4. മുസ്തഹിൽ എത്ര ഉണ്ട്? 4. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇത്. ഓക്കെ. ഇനി 4 അറബി സിഫത്തും അതിൻ്റെ മലയാളം. 4 മുസ്തഹിലായ സിഫത്തും അതിൻ്റെ മലയാളം. ഇത് കാണാൻ പഠിക്കണം. സിദ്ക്ക് സത്യം പറയൽ, അമാനത്ത് വിശ്വസ്തത, ഫത്താനത്ത് ബുദ്ധി കൂർമ്മത, തബ്ലീഗ് എത്തിച്ചു കൊടുക്കൽ. നിങ്ങൾക്ക് ഈ അറബി തരും, ഈ മലയാളം ഇതുണ്ടോ, അല്ലെങ്കിൽ മലയാളം തരും അറബി തരും. രണ്ടായാലും എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടി വരും. കദീബ് കളവ് പറയൽ, ഖിയാനത്ത് വഞ്ചന, ബലാദത്ത് ബുദ്ധിമാന്യം, കിത്മാന് മറച്ചോക്ക്. ഇത് പഠിക്കാൻ എന്താ വഴി? പഠിക്കന്നെ, വേറൊരു വഴിയില്ല, കാണാതെ പഠിക്കുക. സിദ്ക്ക് സത്യം പറയൽ, കദീബ് കളവ് പറയൽ, അമാനത്ത് വിശ്വസ്തത, ഖിയാനത്ത് വഞ്ചന, ഫത്താനത്ത് ബുദ്ധി കൂർമ്മത, ബലാദത്ത് ബുദ്ധിമാൻ, തബ്ലീഗ് എത്തിച്ചു കൊടുക്കൽ, കിത്മാന് മറച്ചു വെക്കൽ. അതങ്ങനെ തന്നെ പഠിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പാട്ടാക്കിയിട്ട് പഠിച്ചാൽ മതി. പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ഇത് തന്നിട്ട് ഇത് എഴുതാൻ വരും, അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഇത് എഴുതാൻ വരും. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നബിമാർക്ക് വാജിബായ 2 സിഫത്ത് എഴുതുക എന്ന് പറയും. അപ്പം നിങ്ങൾ ഇത് 2 ഇതും കൂടി എഴുതണ്ട. പിന്നെ ഇത് 2 എഴുതിയാൽ മതി. ഇനി മുസ്തഹിലായ സിഫത്ത് 2 ഇത് 2 എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഇത് 2 എഴുതിയാൽ മതി. ഒന്നിലേ മലയാളം അല്ലെ അറബി, രണ്ടാലൊന്ന് എഴുതിയാൽ മതി. 2 കൂടി നിങ്ങളെ എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത ഈ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്, തബ്ലീഗ് എന്ന സിഫത്ത് മുർസലുകൾക്ക് ഡാഷ് എന്താ? മാത്രമുള്ളതാണ്. അടുത്തത്, അമ്പിയാക്കളുടെ ഉന്നത പദവിക്ക് കോട്ടം വരാത്ത കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവാം. ഇതാണ് ജായിസായ സിഫത്ത്. അമ്പിയാക്കൾക്ക് ജായിസായ സിഫത്ത്. എന്ത് ജായിസായ സിഫത്ത് പറഞ്ഞാൽ? ഉണ്ടാവും ചെയ്യാം, ഉണ്ടാവാതിരിക്കും ചെയ്യാം. ഉണ്ടാകണം എന്തില്ല, നിർബന്ധമല്ല. അതാണ് ജായിസായ സിഫത്ത്. ആ ജായിസായ സിഫത്ത് എന്താണെന്ന് ചോദ്യം വന്നിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എഴുതണം, 4 മാർക്ക് കിട്ടും. അമ്പിയാക്കളുടെ ഉന്നത പദവിക്ക് കോട്ടം വരുത്താത്ത കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടാവാം. അതാണ് ജായിസായ സിഫത്ത്. നമ്മൾ ലാസ്റ്റ് പാഠം അല്ലേ, നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പാഠം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻകഴിഞ്ഞ സർവ്വ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് അതല്ല. ഇവിടെ പ്രധാനം നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികളിൽ ഏറ്റവും ഡാഷ് എന്താണ് ശ്രേഷ്ഠരാണ്. എങ്ങനെ എഴുതാൻ നോക്കുക എല്ലാവരും? ശ്രേഷ്ഠരാണ്. കണ്ടോ, സ്പെല്ലിംഗ് തെറ്റിക്കരുത്. അപ്പോൾ നമ്മുടെ നബിയാണ് ഏറ്റവും ശ്രേഷ്ഠരായ നബി. പിന്നെ ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയായിരുന്നു നബി തങ്ങൾ. അപ്പോൾ ചോദ്യം, എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഡാഷ് എന്താണ്? ഉത്തമ മാതൃകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എല്ലാ സൽസ്വഭാവങ്ങളുടെയും ഡാഷ് ഉത്തമ മാതൃകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇത് പഠിച്ചാൽ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് 100-ൽ 100 മാർക്കാണ്, 50-ൽ 50 മാർക്ക്. എല്ലാവർക്കും അള്ളാഹു നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും.